പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധ്യമല്ല. ആ സമയത്ത് അച്ഛനമ്മമാരിലും മക്കളിലും അല്ലെങ്കിൽ അധ്യാപകരിലും കൂട്ടുകാരിലും ബോസിനെയും ഓഫീസിൽ ജോലി ചെയ്യുന്നവരെയും ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ചിലർ പറയുമോ നക്ഷത്രഫലം, കർമ്മം, വിധി അങ്ങനെ പറയുന്നവരുണ്ട്. മറ്റുള്ളവർ ഈശ്വരനെ കുറ്റപ്പെടുത്തും. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല എന്നാണ്. പിന്നെ ആർക്കാണ്? അതിൻ്റെ എൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അച്ഛനമ്മമാരാണ്, അല്ലെ സമൂഹമാണ്, ഗവൺമെൻറ്റാണ്, അയൽക്കാരാണ്, ജോലി കമ്പനിയാണ്, മേലുദ്യോഗസ്ഥനാണ്, കീഴുദ്യോഗസ്ഥനാണ്, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക, അതിനെ നമ്മൾ തന്നിടത്തോടെ നേരിടുക, മുന്നോട്ട് നീങ്ങുക. അതിന് മനോബലം വേണം. വെറും മനോബലമല്ല, മനസ്സിനെ നല്ല നേരെ നിർത്താൻ കഴിയണം, അചലമായിരിക്കണം, ധൈര്യം വേണം, ഫിയർലെസ്നെസ്, നിർഭയത്വം വേണം. നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ഏതെങ്കിലും ഒരു വിശ്വാസമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ നിരീശ്വരവാദികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു സംശയം, ഈ ഈശ്വരനില്ല എന്നവർക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുമല്ലേ? ഈശ്വരനില്ല എന്നാണ് അവർ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഉറപ്പുണ്ട് എങ്കിൽ എന്തിനാണ് അവർ ഇത് സ്ഥാപിക്കാൻ പരക്കം പറയുന്നത്? ഈശ്വരനില്ല, അപ്പൊ പിന്നെന്തിനാണ് പിന്നെ ഇപ്പൊ എന്താണെന്ന് പറയാം, അതവിടെ ഇല്ല എന്ന് എനിക്ക് ബോധ്യം, അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം. അപ്പൊ ഇല്ല എന്നാണ് ബോധ്യമെങ്കിൽ പിന്നെ അത് ഉണ്ട് എന്ന് സ്ഥാപിക്കണം, വേണ്ടായല്ലോ. അപ്പൊ അത് തന്നെ ഒരു സംശയമാണ്, അവർക്ക് തന്നെ ഒരു സംശയമുണ്ട്. അപ്പൊ ഉറപ്പ് പോരാന്നർത്ഥം. എന്താണ് ഈശ്വരൻ? സനാതന ധർമ്മം പറയുന്ന ഈശ്വരൻ എന്താണ്? നമ്മൾ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നമ്മൾ പൂജ ചെയ്യുന്നു, മന്ത്രം ജപിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു. പക്ഷേ സനാതന ധർമ്മത്തിന്റെ ഈ അമ്മയുടെ ഉദാഹരണം തന്നെ പറയാം. ഈ ലൈറ്റ് ബൾബുകൾ ഇതെങ്ങനെയാണ് കത്തുക? ഈ മൈക്രോഫോൺ എങ്ങനെയാണ് വയ്ക്കുക? എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ലാപ്ടോപ്പ് എങ്ങനെയാണ് വയ്ക്കുക? ഇവിടെ കാണുന്ന ഈ നിറമുള്ള ബൾബുകൾ എങ്ങനെയാണ് കത്തുന്നത്? അതിന് ഒറ്റ വാക്ക് പറഞ്ഞാൽ എന്താ പറയുക? ഒറ്റ വാക്ക് എന്താ പറയാ? അറിയുന്നത് പറയും, ഇലക്ട്രിസിറ്റി എന്ന് പറയും.